നവകേരള സദസ്സ് കൊല്ലം ജില്ലയിലാണ്. പത്തനാപുരത്താണ് ആദ്യ സദസ്സ്. പുനലൂർ, കൊട്ടാരക്കര, കുന്നത്തൂർ തുടങ്ങിയ മണ്ഡലങ്ങളിലും സദസ്സ് നടക്കും. ഗവർണർ വിഷയത്തിൽ മുഖ്യമന്ത്രി ഇന്നും ശക്തമായി വിമർശനം ഉന്നയിക്കാനാണ് സാധ്യത. കരിങ്കൊടി പ്രതിഷേധം കണക്കിലെടുത്ത കനത്ത സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത്. വിനീഷ് കൊട്ടാരക്കരയാണ് നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നത്. വിനീഷ്, വെരി ഗുഡ് മോർണിംഗ്. ഇന്ന് കൊല്ലത്തേക്ക് എത്തുമ്പോൾ, നവകേരള സദസ്സ് എത്തുമ്പോൾ എന്തൊക്കെയാണ് പ്രതീക്ഷകൾ? എത്രത്തോളം പരാതികൾ അവിടെയുണ്ട്? അശ്വതി, ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോടു കൂടിയാണ് നവകേരള സദസ് കൊല്ലം ജില്ലയിലേക്ക് പ്രവേശിച്ചത്. കാരണം പത്തനംതിട്ടയിലെ പര്യടനത്തിന് ശേഷമാണ് കഴിഞ്ഞ ദിവസം കൊല്ലം ജില്ലയിലേക്ക് എത്തിയിരിക്കുന്നത്. 2 ക്വാർട്ടറുകളിലായിട്ടാണ് മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും വിശ്രമിക്കാനുള്ള സൗകര്യങ്ങളെല്ലാം ഒരുക്കിയത്. ഇന്ന് പ്രഭാത യോഗം രാവിലെ ഉണ്ടാവും. പ്രഭാത യോഗത്തിന് ശേഷമാകും മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണുക. അതുപോലെ തന്നെ ഈ കുന്നത്തൂർ, പത്തനാപുരം, പുനലൂർ, കൊട്ടാരക്കര തുടങ്ങിയ മണ്ഡലങ്ങളിലെ പൗരപ്രമുഖരുമായിട്ടായിരിക്കും മുഖ്യമന്ത്രി ആദ്യം സംവദിക്കുക. തുടർന്നാകും മാധ്യമങ്ങളെ കാണുക. പിന്നെ പത്തനാപുരം, പുനലൂർ തുടങ്ങിയ മണ്ഡലങ്ങളിലാണ് നവകേരള സദസ്സ് രാവിലെ നടക്കുക. ഇവിടെ നിന്നും അവിടേക്ക് പുറപ്പെടും. തുടർന്ന് ഒരു 4 മണിയോട് കൂടിയാകും ഇവിടേക്ക് കൊട്ടാരക്കരയ്ക്ക് തിരിച്ചെത്തുക. ഇവിടെ മർത്തോമ ജൂബിലി മന്ദിരത്തിലാണ് നവകേരള സദസ്സ് വൈകുന്നേരം 4 മണിക്ക് നടക്കുക. തുടർന്ന് ഇവിടെ നിന്നും തൊട്ടടുത്ത മണ്ഡലമായ കുന്നത്തൂരേക്ക് പുറപ്പെടും. അങ്ങനെയാണ് ഈ പരിപാടിയുടെ ഒരു പ്ലാനിങ്. അതുപോലെ തന്നെ വിപുലമായ പരിപാടികളാണ് കൊട്ടാരക്കരയിൽ പ്ലാൻ ചെയ്തിരിക്കുന്നത്. 21 കൗണ്ടറുകൾ തന്നെ സജ്ജമാക്കിയിരിക്കുന്നു പരാതികൾ സ്വീകരിക്കുന്നതിനായിട്ടുള്ള. ഇങ്ങനെ വളരെ വിപുലമായ രീതിയിലാണ് ഇവിടെ കാര്യങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. പക്ഷെ നമുക്ക് എടുത്തു പറയാനുള്ള മറ്റൊരു കാര്യം, ഈ SFI ഗവർണറുമായിട്ടുള്ള ഒരു പ്രശ്നം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസവും പറഞ്ഞതിന് തുടർച്ചയെന്നോണം അതിരൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ ഉന്നയിക്കാൻ തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. കാരണം അല്പസമയത്തിനകത്ത് തന്നെ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം വിളിക്കും. ശരി വിനീഷ്, നമുക്ക് എന്തായാലും ചോദ്യങ്ങൾ ചോദിക്കാമെന്നേ ഉള്ളൂ. ഉത്തരം പറയണമോ എന്നുള്ളത് അദ്ദേഹം തീരുമാനിക്കും. ഇന്നലെയും പല കാര്യങ്ങളും ചോദിച്ചപ്പോൾ നമ്മുടെ സമയം ഇവിടെ കഴിഞ്ഞു എന്ന് പറഞ്ഞ് സാധാരണ പോലെ മൈക്ക് ഓഫ് ചെയ്ത് പോവുകയാണ് ഉണ്ടായത്. അതുകൊണ്ട് നമുക്ക് പ്രതീക്ഷിക്കാം, അല്ലെങ്കിൽ നോക്കിയിരിക്കാം എന്തെങ്കിലുമൊക്കെ അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് പ്രതികരണം ഉണ്ടാകുമോ ഈ വിഷയത്തിൽ എന്നുള്ളത്.